ജീവിതം കണ്ടുകൊണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. എടുത്തു പറയാനൊന്നുമില്ല. പുതിയ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തെന്ന് മാത്രം പറയാം. പുതിയ കുറേ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം പറയാം. മമ്മൂട്ടി അഭിനയം കുഴപ്പമൊന്നുമില്ല. പുതിയ ഡയറക്ടറാണ്. കുടുംബകഥയൊന്നുമല്ല. പുതുമുഖ സംവിധായകനാണ്. അത് ഓക്കെ. അദ്ദേഹം കുറച്ച് ബ്രില്യൻ്റാണെന്ന് തോന്നുന്നു. അത് തന്നെയാണ് ഒറ്റ വാക്കിൽ ന്യൂ ജനറേഷൻ ഫിലിം. നമ്മുടെ ഹോളിവുഡിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന അതേ ട്രെൻഡ്. മമ്മൂക്ക ഇങ്ങനെ ഒരു ഫിലിമിൽ അഭിനയിക്കാൻ ഒരു ടെൻഡൻസി കാണിച്ചു തന്നെ ഏറ്റവും നല്ലൊരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ സിനിമ ഇഷ്ടപ്പെട്ടു. കഥയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. എല്ലാം കൊള്ളാം. എല്ലാം കൊള്ളാം. പറയാൻ പറ്റില്ലേ? നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് മമ്മൂക്കയുടെ. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് നമുക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ ഡയറക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സബ്ജക്റ്റ്, സ്ക്രിപ്റ്റ് എല്ലാം നല്ലതാണ്. പിന്നെ ഗൗതം വാസുദേവ മേനോൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു മമ്മൂക്കയുടെ സഹായിയായിട്ട് അഭിനയിക്കുന്ന നടിയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ദിവ്യ പിള്ള നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല പെർഫോമൻസാണ്. സ്ക്രിപ്റ്റ് നല്ലതാണ്. ഡയറക്ഷൻ വളരെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മമ്മൂക്ക നല്ല രീതിയിലുള്ള ഒരു പുതിയ ഡയറക്ടറാണ്. നല്ല ഡയറക്ഷനാണ്. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ രീതിയിലാണ് മമ്മൂക്ക. ഏറ്റവും സ്പെഷ്യാലിറ്റി ന്യൂ ജനറേഷനാണ്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് രീതിയിലായി പെർഫോം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്ര രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഏജ് എന്ന് പറയുന്നത് റിവേഴ്സ് ഗിയറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ സ്റ്റണ്ട് വരെ ഭയങ്കര രീതിയിലാണ്. അത് ഓരോ ഇതും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. പോരായിരുന്നു, കുഴപ്പമില്ല. മമ്മൂട്ടിയുടെ ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട്, പക്ഷേ അത്ര പോരാ. എനിക്കത്ര ഇഷ്ടപ്പെട്ട. അടിപൊളി കൂടായിരുന്നു. എടുത്തു പറയാൻ നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളെല്ലാം കൊള്ളായിരുന്നു. ഇല്ല, ബാക്കി പടം കൂടെ കാണണം. പ്രതീക്ഷ വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, അത്യാവശ്യം ഹൈപ്പ് ഉണ്ടായിരുന്നു. അയാൾ അത്യാവശ്യം കല്ലൂർ ഡെനീസിൻ്റെ മകനല്ലേ, അദ്ദേഹം നല്ല സ്ക്രീൻ കൊള്ളായിരുന്നു. അടിപൊളി, ഇഷ്ടപ്പെട്ടു. മമ്മൂക്ക എങ്ങനെ ഉണ്ടായിരുന്നു? വെറൈറ്റി ലുക്കാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ല. ഇഷ്ടപ്പെട്ടോ? മമ്മൂക്ക എങ്ങനെ ഉണ്ടായിരുന്നു? എടുത്തു പറയുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. കൊള്ളാം, നല്ല സിനിമ. അതായത് പുതിയ ഒരു നവാഗത സംവിധാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മാക്സിമം കലക്കി. ഏതാ മമ്മൂട്ടിയെ പോലെ ഒരു നടന് ഇപ്പോൾ ഇത്രയും യങ്സ്റ്റേഴ്സിൻ്റെ രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയ ഭയങ്കര എക്സ്ട്രീം. മമ്മൂട്ടിയുടെ ആക്ട് ക്ലൈമാക്സാണ് കൂടുതൽ. പിന്നെ പ്രതീക്ഷ അപ്പുറമാണ്. നല്ല സ്ഥലം. എടുത്തു പറയുന്നുണ്ട്. എന്തോ ക്ലൈമാക്സ് തന്നെയാണ്.